കൊണ്ടുപോവുകയും ചെയ്യും. ഇനി ഞാൻ പറയാൻ പോകുന്നൊന്നുമല്ല അച്ഛനമ്മമാരെ ഉദ്ദേശിച്ചാണ്. കാരണം ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് പഠിച്ചത് മോഡൽ ഹൈസ്കൂൾ എന്ന് പറയും, ട്രിവാൻഡ്രം ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂൾ. ഒരു കാലത്ത് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല സ്കൂളായിരുന്നു അത്. ഗവൺമെൻറ് സ്കൂളാണ്. ഇറ്റ് യൂസ് ടു ബി ദ ബെസ്റ്റ് സ്കൂൾ ഇൻ ദി എൻറ്റയർ സ്റ്റേറ്റ് ബിക്കോസ് ഓഫ് ദി ടീച്ചേഴ്സ്. സ്റ്റുഡൻസിനെ ആശ്രയിച്ചല്ല അവരുടെ അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ യശസ് നിലനിന്നിരുന്നത്, പഠിപ്പിച്ചിരുന്ന അധ്യാപകരെ ആശ്രയിച്ചാണ്. ഇവർക്കൊക്കെ അറിയാമായിരിക്കും. ഒരുപക്ഷെ ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് മറ്റ് ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്ന് അധ്യാപകരെ മോഡൽ ഹൈസ്കൂളിലേക്ക് എടുത്തിരുന്നത്. DEO, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ, ഇൻ്റർവ്യൂ നടത്തിയിട്ട് and if he finds that this particular teacher is absolutely capable of handling classes in the model high school, then only they were taken. അത്രയ്ക്ക് കർശനമായിട്ട് നോക്കിയിരുന്നു. ഇംഗ്ലീഷ് സംസാരിക്കണം, പഠിപ്പിക്കുന്ന വിഷയങ്ങൾ ഭംഗിയായിട്ട് അറിയണം, അത് നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റണം. ഇതൊക്കെ നോക്കിയിട്ടാണ് ഇന്ന് സാറന്മാരെ വെച്ചിരുന്നത് മോഡൽ സ്കൂളിലേക്ക്. 1910 സായിപ്പന്മാർ സ്ഥാപിച്ച സ്കൂളാണ് മോഡൽ ഹൈസ്കൂൾ. ഇപ്പോൾ 2010 ആയപ്പോൾ 100 വർഷമായി. 115ാമത്തെ വർഷത്തിലേക്ക് അത് കടന്നിരിക്കുകയാണ്. ഇതിന് മരിച്ചുപോയി. ഓൾ ഓഫ് ദം ആർ ഡെഡ് ആൻഡ് ഗോൺ. അതിൽ 2 സാറന്മാരെ കുറിച്ച് എനിക്കിവിടെ പറയേണ്ടതായിട്ടുണ്ട്, പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. A.J. ചെല്ലയ്യൻ എന്ന് പറയുന്ന വെടുപിടുക്കനായ ഒരു കണക്കധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹം കണക്കാണ് പഠിപ്പിച്ചിരുന്നത് എങ്കിലും ക്ലാസ്സിലൊക്കെ ഒരു 10 മിനിറ്റ് ക്ലാസിന്റെ അവസാനം അദ്ദേഹം നെപ്പോളിയനെ കുറിച്ച് പഠിപ്പിക്കുമായിരുന്നു. ജോൺ ആബട്ടിനെ കുറിച്ചും എമിൽ ലുഡ്വിഗ് എന്ന് പറയും, 2 പേരാണ് നെപ്പോളിയന്റെ ജീവചരിത്രം എഴുതിയിട്ടുള്ളവർ. അവരെ കുറിച്ച് പഠിപ്പിക്കും. എൽബയെ കുറിച്ചും സെന്റ് ഹെലീനെ കുറിച്ചും പഠിപ്പിക്കും. കോഴ്സിക്കയെ കുറിച്ച് പഠിപ്പിക്കും. അതായത് ഭൗമോപരിതലത്തില് നെപ്പോളിയൻ എവിടെയൊക്കെ അദ്ദേഹം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടോ, അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ കൊയ്തെടുത്തിട്ടുണ്ടോ, അവിടെയുള്ള എല്ലാ ഭൂവിഭാഗങ്ങളെ കുറിച്ചും നന്നായിട്ട് അറിയുന്ന ആളായിരുന്നു ചെല്ലയ്യൻ. ചെല്ലയ്യൻ എന്താണ്, വാട്ട് ബിസിനസ് ഹി ഹാസ് ഗോട്ട്? ഈസ് എ മാത്തമാറ്റിക്സ് ടീച്ചർ ടീച്ചിങ് യു അബൌട്ട് നെപ്പോളിയൻ, അബൌട്ട് ട്രഫാൽഗർ. ബാറ്റിൽ ഓഫ് ട്രഫാൽഗറിനെ കുറിച്ചും ബാറ്റിൽ ഓഫ് വാട്ടർലൂവിനെ കുറിച്ചൊക്കെ എന്തിനാ പഠിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞതിന്റെ ഇത്രയേ ഉള്ളൂ പൊരുള്. കണക്കധ്യാപകനാണെങ്കിൽ കൂടിയിട്ടും അദ്ദേഹം ചരിത്രം നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ പഠിപ്പിച്ചിരുന്ന സദാനന്ദ ദാസ് എന്ന് പറഞ്ഞൊരു സാറുണ്ട്. ചിലപ്പോൾ ഇവിടെയൊക്കെ ആർക്കെങ്കിലും അറിയായിരിക്കും. കിളിമാനൂർ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായിട്ട് അദ്ദേഹം റിട്ടയർ ചെയ്തു, മരിച്ചുപോയി. ഈ ഡൈഡ് എ ബ്രോക്കൺ മാൻ. അദ്ദേഹത്തിന്റെ മകന് ഒരു സഹകരണ വകുപ്പിലെ ഒരു വലിയ പ്രമാദമായ കേസിൽ പെടുകയും ചെയ്തു. ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള അധ്യാപകന്റെ മകൻ. ആ അധ്യാപകൻ വാനഗോളങ്ങളെ കുറിച്ച് പഠിപ്പിക്കുമായിരുന്നു. മലയാളം വ്യാകരണവും വൃത്തവും അലങ്കാരവും ഒക്കെ പഠിപ്പിച്ചതിന് ശേഷം 10-15 മിനിറ്റ് ഹി യൂസ് ടു ടീച്ചേഴ്സ് അസ്ട്രോണമി, ഖഗോളശാസ്ത്രം പഠിപ്പിക്കുമായിരുന്നു. ആദ്യമായിട്ട് നമ്മൾ ആകാശഗംഗയെ കുറിച്ച് കേട്ടത് അദ്ദേഹം പഠിപ്പിച്ചിട്ടാണ്. 8ന്റെ ആകൃതിയിലുള്ള മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സി. എന്തെല്ലാം അദ്ദേഹം പറഞ്ഞു.